നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ഗെയിനിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, തടി വെക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്മൂത്തി ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. സ്മൂത്തി എന്ന് സാധാരണ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അരച്ച് ബ്ലെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൂട്ടിയിട്ട് ഒരു തിക്കായിട്ട് നമ്മൾ കോരി കുടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സ്മൂത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ട് നമുക്ക് 250 ml മിൽക്കാണ് വേണ്ടത്. പാല്, സാധാരണ പശുവിൻ പാല് വേണം. പാട ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്ത ഒരു ബനാന നേന്ത്രപ്പഴം വേണം. അതുപോലെ തന്നെ പീനട്ട് ബട്ടർ 1 ടീസ്പൂൺ നമുക്ക് വേണം. കുതിർത്ത ഓട്സ് നമുക്ക് 3 ടീസ്പൂൺ വേണം. 3 ഡേറ്റ്സ് വേണം. കശുവണ്ടി പരിപ്പ് ഒരു 4-5 എണ്ണം കുതിർത്തെടുത്ത് നമുക്ക് വേണം. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതായത് ഈ പഴവും ഈ ഒരു മിൽക്കും നമ്മുടെ പീനട്ട് ബട്ടറും പിന്നെ കശുവണ്ടി പരിപ്പും എല്ലാം കൂടി നമ്മൾ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലെൻഡർ ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കുന്ന ജാറിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം, അല്ലെങ്കിൽ അരയ്ക്കുന്ന ജാറിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഹൈ പ്രോട്ടീൻ, അതായത് ഹൈ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ സ്മൂത്തിയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഹെൽത്തി ഫാറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്, പ്രത്യേകിച്ച് കശുവണ്ടി പരിപ്പിലും പീനട്ട് ബട്ടറിലൊക്കെ. അതുകൊണ്ട് തന്നെ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസിൻ്റെ പിന്നെ ഇത് വളരെ സഹായകരമാണ്. അപ്പോൾ അതുപോലെ തന്നെ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് വേറെ കുറേ ഒത്തിരി അധികമുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പീനട്ട് ബട്ടറിനെ കുറിച്ചിട്ടും നേന്ത്രപ്പഴത്തെക്കുറിച്ചിട്ടും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അത്രയും അധികം ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എല്ലാം ആരോഗ്യപ്രദമാണ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ട് നമുക്കൊന്നും നോക്കണമെന്നില്ല. ഒരു ദിവസം ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കുടിക്കാം. അതുപോലെ ഒരു 10-15 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇത് കിട്ടും. അതിനുശേഷം നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 ദിവസമോ ഒക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെയോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഡ്രിങ്കായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു വെയിറ്റ് ഗെയിൻ, ഒരു ഐഡിയൽ വെയിറ്റ് ഗെയിൻ സ്മൂത്തിയാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇത് അൺഹെൽത്തി ആയിട്ട് ഇതിനകത്ത് യാതൊന്നുമില്ല. പക്ഷേ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല മാർഗം ആയിരിക്കില്ല ഇതെന്ന് മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് വെയിറ്റ് ഗെയിൻ സ്മൂത്തി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ടീനേജ് ആയിട്ട് മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അല്ലെ മെലിഞ്ഞിരിക്കുന്ന പ്രസവം കഴിഞ്ഞ അമ്മമാർക്കൊക്കെ ഒന്ന് തടി വെക്കാനും വെയിറ്റ് വെക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.